ചെറിയ വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിന് കാരണം ഇലക്ട്രിക്കൽ ലൈൻ അല്ലെന്ന വിശദീകരണവുമായി റെയിൽവേ. പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഓവർഹെഡ് ലൈനിൽ നിന്നോ മറ്റ് റെയിൽവേ ഇലക്ട്രിക്കൽ സാമഗ്രികളിൽ നിന്നോ അല്ല തീപിടിച്ചത്. വൈദ്യുതി ലൈനിൽ സ്പാർക്ക് ഉണ്ടായി എന്നത് കരാർ ജീവനക്കാർ നടത്തിയ തെറ്റായ അവകാശവാദമാണെന്നും റെയിൽവേ പറയുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തോടൊപ്പം റെയിൽവേയും വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും അരുൺ ആലത്തൂർ നൽകും. അരുൺ, ഇപ്പോൾ എന്താണ് റെയിൽവേയുടെ വിശദീകരണം? അതോടൊപ്പം തന്നെ അന്വേഷണം റെയിൽവേയും വകുപ്പുതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായിട്ടും തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ ഈ പാർക്കിങ്ങിലെ വാഹനങ്ങൾക്ക് ഉണ്ടായ ആ തീപിടുത്തത്തിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ കരാറുകാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ റെയിൽവേയുടെ ലൈനിൽ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ആ സ്പാർക്ക്, അതിൽ നിന്നുണ്ടായ തീ അത് മൂടിവെച്ച വാഹനങ്ങളിൽ പതിക്കുകയും തുടർന്ന് തീ അവിടെ ആളിക്കത്തുകയും ഒക്കെ ആയിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ അവകാശവാദം തെറ്റാണ് എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. അത്തരത്തിൽ റെയിൽവേയുടെ ഈ ഒരു സ്പാർക്ക് ലൈനിൽ നിന്ന് സ്പാർക്ക് ഉണ്ടായി ഈ തീപിടുത്തം ഉണ്ടാകുന്നതിനുള്ള സാധ്യത അവിടെ ഇല്ല എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. ഈ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഒന്നിൽ നിന്നാണ് തീ ഉണ്ടായിരിക്കുന്നത്. ആ വാഹനത്തിലുണ്ടായിരുന്ന തീ മറ്റ് വാഹനങ്ങളിലേക്ക് പടരുകയായിരുന്നു എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. 250ഓളം വാഹനങ്ങൾ ഏതായാലും കത്തി നശിച്ചിട്ടുണ്ട്. അതിൽ ഈ വാഹന ഉടമകളെയും മറ്റൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് ഉൾപ്പെടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിലെ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നതിനോടൊപ്പം തന്നെ റെയിൽവേയുടെ വകുപ്പ് തല അന്വേഷണം നടക്കും എന്നുള്ള കാര്യവും റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും റെയിൽവേ പറയുന്നത് ഈ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന വാഹനം, ആ വാഹനത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ആ തീ മറ്റ് വാഹനങ്ങളിലേക്ക് പടരുന്നതിനുള്ള സാധ്യത ഉണ്ട്. അതിൽ തന്നെ CCTV ക്യാമറ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. പക്ഷേ അത് കത്തിപ്പോയിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ CCTV ക്യാമറയുടെ മറ്റ് ഹാർഡ് ഡിസ്കൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അങ്ങനെ വിധേയമാക്കുന്നതിലൂടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിലുള്ള കൂടുതൽ ക്ലാരിറ്റിയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയും റെയിൽവേ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഈ റെയിൽവേ അവിടെ നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നോട്ടീസ് നൽകിയ എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതൊക്കെ തെറ്റാണ് എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത്. തങ്ങൾക്ക് ഒരു നോട്ടീസും കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, റെയിൽവേയുടെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്തുന്നതിന് കോർപ്പറേഷൻ്റെ അനുമതി ആവശ്യമില്ല. അത് തങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. മാത്രമല്ല, അവിടെ യാതൊരു തരത്തിൽ അനധികൃത നിർമ്മാണമോ മറ്റു പ്രവർത്തനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും തീപിടുത്തത്തിൽ റെയിൽവേയുടെ കണക്കുകൂട്ടൽ ഇത്തരത്തിലാണ്. അവിടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ, ആ വാഹനത്തിൽ ഒന്നിൽ തീപിടിക്കുന്നു. അത് മറ്റു വാഹനങ്ങളിലേക്ക് പടരുകയാണ് ചെയ്തത് എന്നുള്ളതാണ് റെയിൽവേയുടെ അനുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.